നമസ്കാരം, ഞാൻ അന്ന ഹെലൻ സ്മിത്ത്. പുനഃപ്രചോദന നികേതൻ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയും വട്ടയാൽ സെന്റ് പീറ്റേഴ്സ് ഇടവക അംഗവുമാണ്. സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ അഭിമാനത്തോടെ നാം പറയുന്ന നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ലഹരി മാഫിയകളുടെ പിടിയിലകപ്പെട്ട് തകർക്കപ്പെടുന്ന കുടുംബ ബന്ധങ്ങളുടെയും പിച്ചു ചീന്തപ്പെടുന്ന ബാല്യങ്ങളുടെയും മൂല്യച്യുതി സംഭവിച്ച യൗവനങ്ങളുടെയും വലിച്ചെറിയപ്പെടുന്ന വാർദ്ധക്യങ്ങളുടെയും അതിഭയാനകമായ ഒരു നാടായി, സാത്താന്റെ സ്വന്തം നാടായി കേരളം മാറിയിരിക്കുന്നു. ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും മാരകമായ വിപത്ത് മദ്യവും മയക്കുമരുന്നും തന്നെയാണ്. കൂട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു നേരം പോക്കായി തുടങ്ങി വെച്ചാൽ അത് ഒരു നീരാളിപ്പിടുത്തമായി മാറും. നിരാശ, ഏകാന്തത, ശാരീരിക അസ്വസ്ഥതകൾ, മാനസിക വിഭ്രാന്തി, സാമ്പത്തിക നഷ്ടങ്ങൾ ഇവയൊക്കെയാണ് ഇതിന്റെ പരിണതഫലങ്ങൾ. ലഹരിക്കടിപ്പെട്ട് സ്വന്തം മാതാപിതാക്കളെ പോലും കൊല ചെയ്യുന്ന മക്കളുടെ എണ്ണം നിത്യേന വർദ്ധിക്കുകയാണ്. കാലിനടിയിലെ ചുവപ്പ് മാറാത്ത ബാല്യങ്ങളുടെ ചുണ്ടിനടിയിൽ പോലും ലഹരിയുടെ കറുത്ത കഷ്ണങ്ങൾ കാണുമ്പോൾ ചങ്കിടിപ്പ് കൂടുകയാണ്. ഇവിടെ കവി അയ്യപ്പന്റെ ഈരടികൾ ഞാൻ ഓർക്കുന്നു. കരൾ പങ്കിടാൻ വയ്യന്റെ പ്രണയമേ, പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. കരൾ കാർന്നു തിന്നുന്ന ലഹരിയുടെ നഷ്ടബോധം. മസ്തിഷ്കത്തിന്റെ വാതിൽ പൂട്ടി തകർച്ചയുടെ താക്കോൽ തിരിക്കുന്ന നിശബ്ദ കൊലയാളികൾ. മദ്യം വ്യാപകമാകുന്നിടത്ത് അശാന്തി ഉയരും. സഹജീവനത്തിന്റെ സംസ്കാരം മറയും. സുരക്ഷയുടെ ബോധം നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ സാമൂഹിക വിപത്തിനെതിരെ നമുക്ക് ശക്തമായി പോരാടാം. ഇതിനെതിരെയുള്ള ബോധവൽക്കരണവുമായി നടക്കുന്ന തീരദേശ മിഷനോടൊപ്പം നമുക്ക് ഒരു നല്ല നാളേക്കായി ഒരുമിച്ച് കൈകോർക്കാം. നന്ദി.